മോൾക്ക് വിഷമമുണ്ടല്ലേ? ഇവിടെ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഒരു സുന്ദരി പെൺകൊച്ച് നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന്. അത് കേട്ടാ ചിരിയിരിച്ചു. ഞങ്ങൾക്കിടയിൽ അപ്പൻ മകൻ റിലേഷനൊന്നും ഇല്ല കേട്ടോ. 2 കൂട്ടുകാരുടെ സ്പേസ് അത് എപ്പോഴും ഉണ്ട്. പ്രാന്തൻ അപ്പൻ വളർത്തിയ മകന് പ്രാന്തനാവാതെ പിന്നെ ആരാവാൻ പറ്റും? പിള്ളയെ യാരാലും കാപ്പാത്ത മുടിയാതെ ആഡം. മറുനാളേക്ക് ഗുഡ് ഫ്രൈഡേ. അന്നേക്ക് ഷീ വിൽ ബി കിൽഡ് അറ്റ് ദി ഓൾട്ടർ ഓഫ് സേറ്റൻ. 4 வருஷத்துக்கு அப்புறம் தான் இந்த ரிச்சுவல் நடக்க போகுது. She will be brought out only on that day. முடியாது ஆடம், உன்னால எதுவும் பண்ண முடியாது. I am one among the 12 chief priests. போய்தான் ஆகணும். എനിക്ക് 9 ലാംഗ്വേജ് അറിയും. സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്റെ മലയാളം? जब बार 2 मलयाली मिलते हैं तो ये पता लगता है. तो कैसे मिलते हैं? മലയാളി ആണോന്ന് ചോദിച്ച് ഓടി വന്ന് ഹഗിയുമല്ലോ. All you Mallu people. റഹീം ഹാജി കൊലക്കേസ് അതിസമർത്ഥമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കുറ്റവാളി പിടിയിൽ, പാവം ചക്രപാണി അകത്ത്. ഹാജിയാറെ കൊന്നു തള്ളിയ ഞാൻ പുറത്ത്. എന്നിട്ടും ഇന്ത്യൻ പീനൽ കോഡിന് ഷെട്ടി ഒന്നും തൊടാനാവുന്നില്ല. Why? That is money. Money makes power. Power manipulates everything. I'm so rich. Beyond your reach. എനിക്ക് നിങ്ങൾ ആരാന്നറിയില്ല, പക്ഷെ ഒരു കാര്യം അറിയാം. കാശിന് വേണ്ടിയാണ് നിങ്ങളിത് ചെയ്തത്. നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. സർക്കാർ പറഞ്ഞതിന്റെ ഇരട്ടി പണം ഞാൻ തരാം. എന്നെ വെട്ടിക്കാം. സത്യമാണോ? എന്റെ ജീവനേക്കാൾ വലുതല്ലല്ലോ പണം. ജീവൻ പണയം വെച്ച് ആരെങ്കിലും തമാശ പറയും? ആട്ടെ, സർക്കാർ എന്ത് തരും? 75 lakhs. എന്റെ തലയ്ക്ക് അത്ര ഉള്ളു വില. 75 ടാക്സും പോയിട്ട് നിങ്ങൾക്കെന്ത് മാങ്ങാത്തൊലി കിട്ടും? എന്ത് കിട്ടിയാലും ഞങ്ങൾക്കത് മതി. ഞാൻ പറയുന്നത് കേൾക്കാം. നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ 50 ലക്ഷം രൂപ വെച്ചു. എല്ലാം നീ മാറ്റിയെടുത്തു അല്ലേടി? നീ എത്ര മാറ്റിയാലും അവൻ എന്റെ മകൻ തന്നെ ആയിരിക്കും. അണ്ടർവേൾഡ് കിങ് വിശ്വനാഥിന്റെ അധോലോകക്കാരനായ മകൻ. ഇനി നിനക്ക് ജനിക്കാനിരിക്കുന്നതും ആണായാലും പെണ്ണായാലും ഈ വീടിന്റെയും എന്റെയും പാരമ്പര്യത്തിൽ വളരും. അല്ലാതെ കെട്ടും ഭാംഗവുമായി ഊർതണ്ടി പാട്ട് പാടാനിറങ്ങില്ല. അങ്ങനെ ഒരു അസുരവത്ത് ഈ വീട്ടിൽ വളരുന്ന നീ ധരിക്കുകയും വേണ്ട. നീ വന്നു. I'm getting in touch with the local police in Kerala, sir. ഇയാൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ അവിടുന്ന് എങ്ങോട്ട് എസ്കേപ്പ് ആയെന്നുള്ളതിന് യാതൊരു തുമ്പുമില്ല. അത് ഞാൻ ഫോളോ അപ്പ് ചെയ്തോളാം. Yes. Sir, do take up this matter personally with the royal family. I'll do that. And also with the Qatar CID division. Okay. കൊല്ലപ്പുഴയിലെ കത്തിയുടെ കാലമല്ല ഇത് അലിഭായ്. പിന്നെ എല്ലാത്തിനെയും ഒരുമിച്ച് അങ്ങോട്ട് കൊന്നു തള്ളാനും ഞാൻ തന്നെയാ ഇവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ ആരാണെന്നായിരിക്കും അല്ലേ? ഡാനിയൽ ഏബ്രഹാം. പണ്ട് പാളയം മാർക്കറ്റിൽ ബായായി വിലസിരുന്ന ആ അമ്പുബായ നീ തല്ലിയിട്ടപ്പോ ആ കാഴ്ച കണ്ട് നിനക്കൊരു ഏറ് തന്ന് നാട് വിട്ടുപോയ പയ്യനെ ഓർമ്മയുണ്ടോടാ? അവനാണ് ഞാൻ, അമ്പുബായയുടെ മകൻ ഡാൻ ഏബ്രഹാം. അവനൊരു പെൺകുട്ടിയെ ബ്രൂട്ടലായി കൊന്നുകളഞ്ഞു. അതിന് നിങ്ങൾ അവനെയും കൊന്നു. An eye for an eye. അതിന്റെ പേരിൽ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്നൊന്നും വിചാരിക്കരുത്. ഐ എം എ ബിസിനസ് മാൻ, ഓക്കെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാൻ സമയമില്ല. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിങ്ങൾ തങ്കവുമായി കാണാതിരിക്കുന്നതാണ് നല്ലത്. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാനൊരു പെൺകുട്ടിയെ മോഹിച്ചിരുന്നു. പക്ഷേ അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല. പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നാട് വിട്ടു നിൽക്കേണ്ടി വന്നു എനിക്ക് കുറച്ചു കാലം. ഞാൻ മടങ്ങി വരുമ്പോ അവളുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവ് മരിച്ചു. ഇത്രയും താഴ്ന്ന് എന്നോട് സംസാരിക്കരുത്. സ്വന്തം അനിയത്തിയുടെ ഭർത്താവല്ലേ ഞാൻ. നിങ്ങൾ സഹോദരങ്ങൾ നിങ്ങളുടെ സ്വത്ത്. അത് ഭാഗം വെക്കോ വെക്കാതിരിക്കോ കച്ചവടം ചെയ്യോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്നെ അതിലിടയിലേക്ക് വലിച്ചഴിക്കരുത്. വന്ന കാര്യം കഴിഞ്ഞിരുന്നെങ്കിൽ അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നേ. എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ നീ ഒരു കാര്യം മറന്നു. അകപ്പെടുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ല, നീയും കൂടെ ചേർന്നയാവുമെന്ന്. Shut your bloody mouth, you lousy cheat. മന്ത്രിയും ദിവാനുമൊക്കെ അങ്ങ് നിന്റെ നാട്ടിൽ. എന്റെ മുന്നിൽ നീ എന്നും ആ പീറ ബാലനാണ്. വിഷ്ണു തന്നെ. നന്ദി കേട്ട റാസ്കൽ. വിഷ്ണു,
ഡിവൈഎസ്പി ബാലുവിനെ അറസ്റ്റ് ചെയ്തു. ഓൺലി ബിക്കോസ് ഓഫ് യു. കണ്ണന്റെ മൊഴി പ്രകാരമാണ് ബാലു കുടുങ്ങിയത്. അതിനു മുമ്പ് കണ്ണൻ അവസാനമായി നിന്റെ വീട്ടിലാണ് വന്നത്. ബാലു തന്തയച്ച ബ്രീഫ് കേസുമായി. അവൻ അവിടെ ഉള്ളപ്പോൾ ജയകുമാർ അവിടെ വന്നിരുന്നു. ബോൾ, ക്യാ യേ സച്ച് നഹീ? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല മാടേ. ഞാൻ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് എന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് പറഞ്ഞു വിടുവേ. Fade far away, dissolve and quiet forget. Fade far away, dissolve and quiet forget. What thou... ക്യാപ്റ്റൻ റായ് സർ, ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് കോർട്ട് മാർഷലാണ്, നാടകമല്ല. വെറുതെയുള്ള വാദപ്രതിവാദങ്ങളും വിയോജിപ്പുകളും ഉന്നയിച്ച് കോർട്ടിന്റെ സമയം നഷ്ടപ്പെടുത്താൻ ആർക്കും അധികാരമില്ല. യു അണ്ടർസ്റ്റാൻഡ്? രാമചന്ദ്രന്റെ കോർട്ട് മാർഷൽ മാത്രം സംസാരിച്ചാൽ മതി. ആൻഡ് ഇസ് ദാറ്റ് ക്ലിയർ ടു എവറിബഡി? ഈ കോർട്ട് മാർഷലിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ഞാനാണ്, കേണൽ സൂരജ് സിംഗ്. ഡോണ്ട് യു എവർ ഫോർഗെറ്റ് ദാറ്റ്. മിടുക്കൻ, മനസ്സിലായി നിനക്കെന്നെ അല്ലേ? അന്ധത നിന്റെ കണ്ണുകൾക്ക് മാത്രമേ ഉള്ളൂ. നിന്റെ സിദ്ധിയെയും ബുദ്ധിയെയും ശക്തിയെയും അത് ബാധിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. നിന്റെ മുമ്പിലെ കൂരിനിട്ടിൽ നിന്റെ കയ്യെത്തും ദൂരത്തുണ്ട് ഞാൻ. നിന്റെ ഗന്ധത്തിലും നിന്റെ നിഴലിലും നീ കേൾക്കുന്ന ശബ്ദത്തിലുമുണ്ട് ഞാൻ. പക്ഷേ ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമെങ്കിലും വേണം നിന്റെ കണ്ണിൽ നിനക്ക് എന്നെ കാണാൻ. ആ ഇരുട്ടിൽ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരാളുണ്ട്, നന്ദിനി. അവളെ കൂടെ തേടി പിടിച്ച് എന്റെ കയ്യിലെ മരണക്കൂട്ടൽ അടച്ചാൽ പിന്നെ ഞാൻ മാഞ്ഞു. തെറ്റിപ്പോയി നിനക്ക്. എനിക്കിപ്പോ അറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. അങ്ങോട്ട് പോവുകയാണ് ഞാൻ. രക്ഷിക്കാൻ നീ എത്തും മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും.